ചാനൽ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലേക്ക് ഒരു സ്വാഗതം. നമ്മളിന്ന് രാവിലെ തന്നെ എണ്ണീറ്റിട്ടുണ്ട്. കാരണം നമ്മുടെ അഴീക്കെ ബീച്ചിൽ പുതിയ ബോട്ട് സർവീസ് തുടങ്ങിയിട്ടുണ്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനാണ് വിളിച്ചു പറഞ്ഞത്. ഇപ്പോൾ രാവിലെ തന്നെ എണീറ്റപ്പോൾ നമ്മുടെ ബസ്, നമ്മുടെ ഫോർച്യൂണർ ഇവിടെ കിടപ്പുണ്ട്. അത് മാത്രമല്ല, നമ്മൾ നമ്മുടെ പുതിയ താറിനകത്താണ് ബീച്ച് പോകുന്നത്. നമ്മുടെ ലംബോർഗിനി ടെർസോ അവിടെ കിടപ്പുണ്ട്. നമ്മുടെ പഴയ ഒരു താറുണ്ടല്ലോ, അത് കൊടുത്തിട്ടാണ് നമ്മൾ പുതിയ താറ് വാങ്ങാൻ പോകുന്നത്. പുതിയ ബ്ലാക്ക് കളറിലെ താറാണ്. അപ്പോൾ നമ്മൾ കുളിച്ച ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. പൈസൊക്കെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് നമ്മുടെ പഴയ താറിൻ്റെ അടുത്തോട്ട് പോകാം. ഒരുപാട് വിഷമമുണ്ട് പിന്നെ കൊടുക്കുന്നതിന്. പക്ഷേ നമുക്ക് ന്യൂ മോഡൽ കാർ ആവശ്യമുള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിനെ വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ താർ നമ്മുടെ പഴയ താറിൻ്റെ നമ്പർ 990 പക്ഷേ നമ്മുടെ പുതിയ താറിൻ്റെ നമ്പർ എന്താണ് നമുക്ക് ഷോറൂമിൽ പോയാലേ അറിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ പുതിയ ടാസ്ക് ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ ഗ്യാങ്സ്റ്റർ ഗെയിമിംഗ് പാർട്ടി എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലേക്ക് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ വിക്ടർ വ്ലോഗ്സ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആ ചാനൽ കിട്ടണമെങ്കിൽ എഫ്എഫ് കൊണ്ടാട്ടം അടിച്ചാൽ മാത്രമേ ആ ചാനൽ കിട്ടത്തുള്ളൂ. ഓക്കെ, നമ്മൾ നമ്മുടെ ഷോറൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ നമ്മുടെ ഷോറൂം എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വണ്ടി ഈ ഷോറൂമുകാരുടെ സ്വന്തമാണ്. നമുക്കിനി വണ്ടി ഒട്ടി യാതൊരു ബന്ധവുമില്ല. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഗൈസ്, നമ്മുടെ പുതിയ ബ്ലാക്ക് കാറാണ് ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ പൈസയുടെ ഇടപാടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് താറെടുത്തുകൊണ്ട് നമ്മുടെ ബീച്ച് സൈഡിലോട്ട് പോകാം. ഓക്കെ, അവിടെ ചെന്നിട്ട് വേണം നമുക്ക് നമ്മുടെ കൂട്ടുകാരൻ യാഷുമായിട്ട് പുതിയ ബോട്ട് സർവീസിന് പോകാൻ. 3001 രൂപയാണ് നമ്മുടെ റെൻറ്റ് ബോട്ട് സർവീസിന്. 3001 രൂപ ഇച്ചിരി വാടക കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ പുതിയ താറിൻ്റെ നമ്പർ 9191 നമ്മുടെ ബോട്ടിൻ്റെ റെൻറ്റ് 3001. നമ്മുടെ പുതിയ കാറ് ഓക്കെ മാറ്റിയപ്പോൾ തന്നെ $1 പോയിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരൻ വരും. നമ്മൾ ബീച്ച് സൈഡിലോട്ട് പോയിട്ട് റെൻറ്റ് കൊടുക്കുമ്പം അവർ നമുക്ക് ബോട്ട് തരുന്നതായിരിക്കും. ഗൈസ്, നമ്മൾ 3001 രൂപ റെൻറ്റ് കൊടുക്കാം. നമുക്ക് നമ്മുടെ ബോട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കളർ മാറ്റാം. ഞാനിപ്പോൾ ബ്ലൂ വേണ്ട, ഗ്രീൻ മതി. ഓക്കെ, നമുക്ക് നമ്മുടെ ബോട്ടിൽ കയറാം. ഓക്കെ, നമ്മൾ റെൻ്റൊക്കെ കൊടുത്ത് നമ്മുടെ ബോട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ബോട്ട് എടുത്തുകൊണ്ട് യാത്ര പോവുകയാണ്. ഗൈസ്, നമുക്ക് നമ്മുടെ ബോട്ട് കരക്കടിപ്പിക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ താർ ഇവിടെ ഇട്ടിട്ട് നമുക്ക് ബൊലേറോ എടുത്ത് പോകാം. ബൊലേറോയുടെ ചീറ്റ് കോഡ്
3100 നമ്മുടെ ബലൂറുടെ ചിക്കു. അത്യാവശ്യം സെയിം ലുക്കൊക്കെ തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ബൊലേറോ ഇവിടെ ഇട്ടിട്ട് നമ്മുടെ റോക്കി അണ്ണൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകാം. നമ്മുടെ റോക്കി അണ്ണൻ്റെ വണ്ടിയുടെ ചീറ്റ് കോഡ് 1 ആണ്. ഓക്കെ, നമ്മുടെ റോക്കി അണ്ണൻ്റെ വണ്ടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എടുത്തുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഗൈസ്, നമ്മുടെ ന്യൂ അപ്ഡേഷൻ, നമ്മുടെ റോക്കി അണ്ണൻ്റെ വണ്ടി, ട്രാക്ടർ, സ്വിഫ്റ്റ്, അതുപോലെ ലംബോർഗിനിയുടെ ന്യൂ മോഡലായ ടെർസോ, നമ്മുടെ ഒമ്നി ഇതൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഫയൽ ലോഡായിട്ടാണ് എടുക്കേണ്ടത്. ഗൈസ്, ഇതാണ് റോക്കി അണ്ണൻ്റെ ബൈക്ക്. ഓക്കെ, നമുക്ക് ഈ സൈഡ് നോക്കിയിട്ട് നമ്മുടെ ലംബോർഗിനി ടെർസോ ഒന്ന് ഓടിച്ച് നോക്കാം. ലംബോർഗിനി ടെർസോ ചിക്കോ 2 ലംബോർഗിനി ടെർസോ ലുക്കാണ്. ഒറിജിനൽ ലാംബോർഗിനിയുടെ അതേ ലുക്കാണ്. ഒറിജിനൽ ലാംബോർഗിനി കൊടുത്തിട്ട് നമ്മുടെ കേരളത്തിലെ കിഡ്നാപ്പേഴ്സിൻ്റെ പ്രധാന വണ്ടിയെ ഒമ്നി എടുത്ത് പോകാം. ഒമ്നിയുടെ ചീറ്റ് കോഡ് 7. ഓക്കെ, ഒമ്നി എടുക്കാം. ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് പക്ക സേഫ്. നമുക്ക് റാമ്പ് ഒരെണ്ണം ഇട്ടിട്ട് നമ്മുടെ ഒമ്നിയുടെ പവർ എത്ര ഉണ്ടെന്ന് നോക്കാം. റാമ്പിൻ്റെ ചീറ്റ് കോഡ് RGS ടൂൾ എടുക്കുക. ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. നമ്മളിവിടെ R1 എന്ന ചീറ്റ് കോഡ് അടിച്ചു കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞ് ടിക്ക് കൊടുക്കുക. നമ്മുടെ റാമ്പ് എത്തിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഒമ്നി എടുക്കാം. റാമ്പിൻ്റെ ചീറ്റ് കോഡ് ശ്രദ്ധിക്കുക. നമ്മുടെ ലംബോർഗിനിയുടെ റാമ്പ് തൽക്കാലം നമുക്ക് ഈ വണ്ടി ഉപേക്ഷിക്കാം. ഇനി നിങ്ങൾക്ക് ഈ വണ്ടി ഉള്ളി ബ്ലാക്കും വൈറ്റും മാറ്റൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എങ്ങനെ എടുക്കണം നോക്കാം. അതിന് തന്നെ നമുക്ക് ഫസ്റ്റ് വണ്ടി നിറങ്ങാം. പ്ലഗിനാപ്പിൽ പോകും. നമ്മൾ പ്ലഗിനാപ്പിൽ പോകാം.
നെറ്റ് ഓൺ ആക്കാം. ശേഷം വെഹിക്കിൾസ് എന്ന ഓപ്ഷൻ എടുക്കുക. നമ്മുടെ കയ്യിലിപ്പോൾ നമ്മുടെ റോക്കി ബായുടെ വണ്ടി, ടെർസോ, ഒമിനി ഇത് രണ്ടെണ്ണം ഉണ്ട്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ട്രാക്ടറാണ്. ഒരു ട്രാക്ടർ സെലക്ട് കൊടുക്കുക, ബാക്ക് വരിക, നമ്മുടെ ഗെയിമിൽ നോക്കുക, റീപ്ലേ അടിക്കുക, പ്ലഗിൻ ആപ്പ് ഓപ്പൺ ചെയ്യുക, ഇൻസ്റ്റാൾ. ശേഷം ഫയൽ ലോഡ് ആവുമ്പോൾ നമുക്ക് വീണ്ടും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, നമ്മുടെ ഫയൽ ലോഡായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോൺ എടുക്കുക, 9 അടിക്കുക. നമ്മുടെ ട്രാക്ക് ഷോ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ സുസുക്കിയുടെ ഇന്ത്യയുടെ ദേശീയ അഭിമാനമായ സ്വിഫ്റ്റ് കാറും കൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. നമുക്ക് വീണ്ടും പ്ലഗിൻ ആപ്പിൽ കയറുക, സ്വിഫ്റ്റ് കാർ സെലക്ട് കൊടുക്കുക, ബാക്ക് വരാം. ശേഷം നമ്മൾ ആപ്പിൽ പോവുക, റീപ്ലേ അടിക്കുക, പ്ലഗിൻ ഇൻസ്റ്റാൾ. ഓക്കെ, ഇത് ഫയൽ ലോഡാവണം. ഗൈസ്, നമ്മുടെ ഫയൽ ലോഡായിട്ടുണ്ട്. നമുക്ക് റീപ്ലേ കൊടുക്കാം. ഗൈസ്, നമ്മുടെ ഫയൽ ലോഡായിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോൺ എടുക്കുക, 8 ചീറ്റ് കോഡ് അടിക്കുക. നമ്മുടെ സ്വിഫ്റ്റ് കാർ എത്തിയിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ റെഡ് അത്ര ഗുമ്മില്ല, അതുകൊണ്ട് നമ്മൾ വൈറ്റ് ആക്കാം. ഓക്കെ, നമ്മൾ വൈറ്റ് ആക്കിയിട്ട് നമുക്ക് വണ്ടിക്ക് കയറാം. എടുക്കുക. സ്റ്റിയറിംഗ് വീലൊക്കെ കറക്റ്റ് സുസുക്കിയുടെ അതേ സ്റ്റിയറിംഗ് പക്ക. ബാക്ക് കണ്ടിട്ട് എനിക്ക് ടൊയോട്ടയുടെ എത്തിഎസിൻ്റെ ബാക്കുകൾ ഗൈസ്. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാം. നമുക്കിതിനകത്ത് ടൂൾ ഹൗസ് എടുക്കാൻ പറ്റും. കുറേ ഹൗസ്, അത് കുറേ സീരീസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഇതെടുക്കുക, അഡ്ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ H2 എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇട്ട് കൊടുക്കുക. ഈ ഒരു മോഡലാണ് നമുക്ക് വന്നിരിക്കുന്നത്. H1 കൊടുത്ത് നോക്കാം. നമുക്കിനി H1 കൊടുത്ത് നോക്കാം. ഓക്കെ, അത് ഇങ്ങനത്തെ ഒരു വേറൊരു മോഡൽ ടൂള് നമ്മുടെ ഹൗസാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ H3 ഗൈസ്. ഈ ഗെയിം കളിക്കുന്നവർ മാക്സിമം നമ്മുടെ നെറ്റ് ഓഫ് ആക്കിയിട്ടിട്ട് കളിക്കുന്നത് നല്ലത്. പക്ഷേ അതുപോലെ ഫയൽ വല്ലതും ലോഡാക്കുമ്പോൾ മാത്രം നെറ്റ് ഓൺ ആക്കാം, അല്ലെ ആടുകാരെ കൊണ്ട് മുടിഞ്ഞ ശല്യമാണ്. നമ്മുടെ H3 ടൂൾ ഹൗസ് വന്നിട്ടുണ്ട്. H3യുടെ ഈ ഒരു മോഡലാണ് ടൂൾ ഹൗസ്. ഇനി H4 ഉണ്ടോ നോക്കാം. H4 ഉണ്ട്. അത് ഇച്ചിരി ലെങ്ത് കൂടിയ ഒരു ടൂൾ ഹൗസാണ്. നമുക്കൊരു പുറത്തോട്ടിടാം, അല്ലെങ്കിൽ നമ്മളുള്ളിൽ ലോക്കഡായിട്ട് അല്ലെ സാരമില്ല. അടുത്ത H5. സോറി, നമ്മൾ ആദ്യം സ്റ്റോൺ അടിക്കേണ്ടത് H5. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തുനിന്ന് വരാം. അത് നമുക്ക് നമ്മുടെ ജെറ്റ് പാക്ക് എടുക്കണം. നമ്മൾ എടുക്കാൻ പോകുന്ന ബിഗ് ജെറ്റ് പാക്കാണ്. ബിഗ് ജെറ്റ് പാക്കിൻ്റെ ചിപ്പ് കോഡ് 320 320. ഓക്കെ, നമ്മൾ ജെറ്റ് പാക്ക് എടുക്കുക. മിനി ജെറ്റ് പാക്കുണ്ട്, ബിഗ് ജെറ്റ് പാക്കുണ്ട്. പക്ഷേ നമുക്ക് കൈകാര്യം ചെയ്യാൻ ഏറ്റവും നല്ലത് ബിഗ് ജെറ്റ് പാക്കാണ്. ഓക്കെ, നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്. നമുക്കിനി ഇങ്ങോട്ട് ലാൻഡ് ചെയ്യാം ഗൈസ്.
ഓക്കെ, നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. നമ്മളിപ്പോൾ H5 വരാൻ അടിച്ചാൽ നമുക്ക് H6 എന്ന് അടിച്ച് നോക്കാം. H6 ഈ ഒരു മോഡലാണ്. H7 നമുക്കതിനെ 10 വരെ അടിച്ച് നോക്കാം. H7 ഒരു ചെറിയൊരു ബിൽഡിംഗ് ആണ്. H8 ഒരു ഫ്ലാറ്റ് മാതിരിയുള്ള ഒരു ബിൽഡിംഗ് ആണ്. H9 ഇതും അത്യാവശ്യം തിരക്കില്ലാത്തൊരു ബിൽഡിംഗ് ആണ്. ഇനി H10 ഓക്കെ, ഇനി H20 എന്ന് അടിച്ച് നോക്കാം. H20 ഓക്കെ, H20 ഇല്ല. ഓക്കെ, നമുക്ക് പുറത്തോട്ടിട്ടിട്ട് ഇനി അടുത്ത A വെച്ച് സീരീസ് ഉണ്ടോ നോക്കാം. A1 ടൈപ്പ് ചെയ്ത് നോക്കാം. A1 ഇല്ല. നമുക്ക് P എന്ന് അടിച്ച് നോക്കാം. P1 ഓക്കെ, P1 ഉണ്ട്. പോസ്റ്റാണ് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ്, ആ പോസ്റ്റ്. P2 നമ്മുടെ റോഡിലൊക്കെ വെക്കുന്ന സാധനമില്ലേ, അതാണ്. ഇനി P3 മറ്റില്ല, നമ്മുടെ റോഡിൽ വെക്കുന്ന സാധനമാണ് തന്നെ. ഈ ഹൈവേയുടെ പണി എടുക്കുമ്പോൾ 2 റോഡ് തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ വെക്കുന്ന സാധനമില്ല, അതാണ്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ടൂൾ ഹൗസിൻ്റെയൊക്കെ ചീറ്റ് കോഡിൽ നമുക്ക് പിന്നെ കാണിക്കാം. നമ്മൾ ഇനി അടുത്ത് നമ്മുടെ വണ്ടിയുടെയാണ് എടുക്കാൻ പോകുന്നത്. ട്രോൺ ബൈക്കിൻ്റെ ചീറ്റ് കോഡ് 6000 നമുക്കതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അവൻ്റെ കാര്യം വീഡിയോ ഓക്കെ. നമ്മൾ ഡെഡായിട്ടുണ്ട്. ഓക്കെ, ഇത് പാർട്ട് 1 ആണ്. ഇനി പാർട്ട് 2 അടുത്ത വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ കുറേ അപ്ഡേഷൻസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ ചാനലിനകത്തിട്ടപ്പോൾ നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അപ്ഡേഷൻസൊക്കെ കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.